ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരല്പം വിചിത്രമായ എന്നാൽ ഗുണങ്ങളുടെ കാര്യത്തിൽ ഒരു പുലിയായ പഴത്തെക്കുറിച്ചാണ്. ഇതാണ് മുള്ളാത്ത് അഥവാ ലക്ഷ്മണപ്പഴം. പുറം രാജ്യങ്ങളിൽ ഇതിനെ സവർ സോപ്പ് എന്ന് വിളിക്കും. നമ്മുടെ നാട്ടിലെ പറമ്പുകളിലും വഴിയോരങ്ങളിലുമൊക്കെ ഈ മരം നിറയെ കായ്ച്ചു നിൽക്കുന്നത് ഇപ്പോൾ സാധാരണയായി കാണാറുണ്ട്. കണ്ടാൽ ആത്തപ്പഴത്തിന്റെ കുടുംബക്കാരനാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. പുറമേ നോക്കിയാൽ നിറയെ മുള്ളുകൾ ഉള്ളതുകൊണ്ട് തന്നെ പലരും ഈ പഴം വാങ്ങാൻ മടിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് കാണുമ്പോൾ വാങ്ങാതെ പോകില്ല. ഒന്നാമതായി, ഇത് രോഗപ്രതിരോധ ശേഷിയുടെ ഒരു പവർ ഹൗസാണ്. നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന വൈറ്റമിൻ സി ഇതിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പനി, ചുമ പോലുള്ള വിട്ടുമാറാത്ത അണുബാധകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാൻ മുള്ളാത്ത സ്ഥിരമായി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വഴി സാധിക്കും. രണ്ടാമതായി, ഹൃദയാരോഗ്യത്തിനും BP നിയന്ത്രിക്കാനും ഇത് മികച്ചതാണ്. മുള്ളാത്തയിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കുകയും രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇതുവഴി ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. മൂന്നാമതായി, മികച്ച ദഹനത്തിനും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കും. നാരുകൾ അഥവാ ഫൈബർ ധാരാളമായി അടങ്ങിയ ഒരു ഫ്രൂട്ടാണിത്. ഇത് ദഹന പ്രക്രിയ സുഗമമാക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്യും. കലോറി വളരെ കുറവായതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണിത്. നാലാമതായി, ശരീരത്തിലെ വീക്കവും വേദനയും കുറയ്ക്കുന്നു. ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദസംബന്ധമായ വേദന അനുഭവിക്കുന്നവർക്ക് മുള്ളാത്ത കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ശരീരത്തിലെ സന്ധിവേദനകളും വീക്കങ്ങളും കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ക്യാൻസറിനെ തടയുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. മുള്ളാത്തയിലുള്ള അസറ്റോജെനിൻസ് എന്ന ഘടകത്തിന് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുണ്ടെന്ന് ലാബുകളിൽ നടത്തിയ ചില പ്രാഥമിക പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ അത്ഭുതപഴം എന്ന് പലരും വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യരിൽ ഇത് 100% ഫലപ്പെടുന്നത് 100% ഫലപ്രദമാണെന്ന് ആധുനിക മെഡിക്കൽ സയൻസ് ഇതുവരെ പൂർണ്ണമായി തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊരു മരുന്നായി കാണാതെ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന മികച്ചൊരു ഹെൽത്ത് ഫ്രൂട്ടായി മാത്രം നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. ഇത്രയും ഗുണങ്ങളുള്ള ഈ മുള്ളാത്ത ഇനി എവിടെ കണ്ടാലും നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുമല്ലോ, അല്ലേ? ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. മുള്ളാത്ത അങ്ങനെ തന്നെ കഴിക്കാൻ മടിയുള്ളവർക്ക് അതിൻ്റെ കുരുക്കൾ പൂർണ്ണമായി കളഞ്ഞതിന് ശേഷം അല്പം തണുത്ത പാലും ആവശ്യത്തിന് മധുരവും ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്താൽ അടിപൊളി മുള്ളാത്ത മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. പ്രത്യേകിച്ചും ചൂടുകാലത്ത് ശരീരത്തിന് നല്ല കുളിർമയും പെട്ടെന്ന് എനർജിയും തരാൻ ഈ ജ്യൂസിന് കഴിയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര്? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി നമ്മുടെ പോപ്കോൺ എംപയർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.